നമസ്കാരം. നവീൻ ബാബു കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സഹായിക്കാനായി ഇതുവരെ ഈ കേസിൽ ഉന്നയിക്കാത്ത ചില വാദമുഖങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എന്റെ വീഡിയോകളുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇത്. ആദ്യത്തെ ഭാഗത്തിൽ എന്തുകൊണ്ടാണ് SIT നിയമവിരുദ്ധം ആയത് എന്നും, രണ്ടാമത് ഈ കേസിൽ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ഈ കേസ് അട്ടിമറിക്കാൻ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ ഗൂഢമായി ശ്രമിക്കുന്നു എന്നുള്ള പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇന്നിവിടെ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കേസിലെ പ്രതിയായ PP ദിവ്യയുടെ ഉന്നത രാഷ്ട്രീയ ബന്ധം എങ്ങനെയാണ് മഞ്ജുഷയെ ഒരു CBI അന്വേഷണം കിട്ടുന്നതിന് സഹായിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, തലശ്ശേരി സെഷൻസ് കോടതി മുമ്പാകെ PP ദിവ്യ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അതിലവർ അവരെ തന്നെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവർ അന്ന് ആ അപേക്ഷയിൽ പറഞ്ഞിരുന്നത് അവർ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, അവർ ആൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസർ ആയിരുന്നു, അവർ രാഷ്ട്രീയ പ്രവേശം നടത്തിയത് SFIയിലൂടെ ആയിരുന്നു, അവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ കൗൺസിലറും വൈസ് ചെയർമാനും ആയിരുന്നു, അവർ SFIയുടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പറായിരുന്നു, തുടർന്ന് DYFIയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറും ആയിരുന്നു, അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറി ആണ്, കൂടാതെ CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, അവർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറാണ്, കൂടാതെ കേരള സ്റ്റേറ്റ് പാഠ്യപദ്ധതി കരിക്കുലത്തിന്റെ മെമ്പറാണ്, അവർ കുടുംബശ്രീ മിഷന്റെ ഗവേണിംഗ് ബോഡി മെമ്പറാണ്, കണ്ണൂർ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ്, നവീൻ ബാബു കേസിലെ ഇൻസിഡന്റ് സംഭവിക്കുന്ന ആ ദിവസം വരെ അവർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആയിരുന്നു. കൂടാതെ അവർക്ക് വളരെയേറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. APJ അബ്ദുൽ കലാം ട്രസ്റ്റ് പുരസ്കാരം, വനിതാ രത്ന പുരസ്കാരം, കണ്ണാടി പുരസ്കാരം, ആസാദി പുരസ്കാരം തുടങ്ങിയവയായിരുന്നു അവ. അവരെ സമൂഹം വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. അവരുടെ കണ്ണിൽ അവർക്ക് വളരെ ഉയർന്ന ഒരു സ്ഥാനമാണ് ഉള്ളത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിലൂടെ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ പൊട്ടൻഷ്യലാണ്. അതായത് ഭാവിയിൽ MLAയും MP യും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആകാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള ഒരു വ്യക്തിയാണ് താൻ എന്നാണ് പറയുന്നത്. നമുക്കറിയാം, PP ദിവ്യ അവർക്കെതിരെ FIR ഇട്ടതിന് ശേഷം ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ദീർഘകാലം അവർ ഒളിവിലായിരുന്നു. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ നിമിഷങ്ങൾക്കകം അവർ പോലീസിന് മുന്നിൽ കീഴടങ്ങൽ നാടകവും നടത്തുകയുണ്ടായി. അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം PP ദിവ്യയുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ. കാരണം കണ്ണൂർ സിറ്റിക്കകത്ത് തന്നെ എവിടെയോ ആയിരുന്നു ഈ PP ദിവ്യ, പോലീസിന്റെ കൺവെട്ടത്ത്, പോലീസ് സംരക്ഷണത്തിൽ. കാരണം ഭരിക്കുന്നത് അവരുടെ പാർട്ടി ആയിരുന്നു. മഞ്ജുഷയും തന്റെ പരാതിയിൽ ഈ PP ദിവ്യയുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളെ കുറിച്ചിട്ടും അവർക്ക് എങ്ങനെയാണ് ഈ SIT അന്വേഷണത്തിനെ അട്ടിമറിക്കാൻ സാധിക്കുക എന്നും ഒക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ മഞ്ജുഷയെ CBI വരാൻ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ PP ദിവ്യയുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ തന്നെ ആണ്. ഈ വിഷയത്തെ സംബന്ധിക്കുന്ന സുപ്രീം കോടതിയുടെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ഉണ്ട്. 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് ആ വിധി 17/10/2010 പ്രഖ്യാപിച്ചത്. അതിലുണ്ടായിരുന്ന ജഡ്ജിമാർ DK ജെയിൻ, പഞ്ചൽ, P സദാശിവം, വിജയകുമാർ, അവസാനം നമ്മുടെ KG ബാലകൃഷ്ണൻ സാർ എന്നിവരടങ്ങുന്ന 5 അംഗ ബെഞ്ചാണ് ആ വിധി പ്രഖ്യാപിച്ചത്. ആ വിധിയിലേക്ക് നയിച്ച കേസ് പശ്ചിമ ബംഗാളിൽ 2001 ജനുവരി മാസം 4-ാം തീയതി നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. അവിടെ ഭരണകക്ഷിയിലെ കുറെ ആൾക്കാർ ചേർന്ന് ഒരു വലിയ ആക്രമണം നടത്തുകയും 11ഓളം പേർ മരണമടയുകയും ചെയ്തു. എന്നാൽ ഭരണകക്ഷിയുടെ ആൾക്കാരായിരുന്നു പ്രതികൾ എന്നുള്ളതിനാൽ പോലീസ് കാര്യക്ഷമമായി അന്വേഷണം നടത്തിയില്ല. അപ്പോഴാണ് കമ്മിറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ് വെസ്റ്റ് ബംഗാൾ എന്ന സംഘടന അവിടുത്തെ കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. അവരുടെ ആരോപണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണകക്ഷിയുടെ അംഗങ്ങളാണ് ഈ കേസിലെ പ്രതികൾ എന്നതിനാൽ ഭരണകക്ഷി ഈ പോലീസിനെ സ്വാധീനിക്കുന്നു. പോലീസ് നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്നില്ല. നല്ല രീതിയിൽ അന്വേഷണം നടത്തിയാൽ അത് ഈ ഭരണകക്ഷിയുടെ മുഖച്ഛായയെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ ഈ കേസന്വേഷണം
CBIക്ക് വിടണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ആ കേസ് പരിഗണിച്ച കോടതി പറഞ്ഞത് തീർച്ചയായിട്ടും ഈ വാദം ശരിയാണ്. അതായത് ഒരു പാർട്ടി ഭരണത്തിൽ ഇരിക്കുക, ആ പാർട്ടിയുടെ അംഗങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുക, അതിന്മേൽ അന്വേഷണം വരുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ അതിൽ സ്വാധീനിക്കാൻ ഇടയുണ്ട്. അതിനാൽ ഈ അന്വേഷണം CBIക്ക് വിടാവുന്നതാണ്. കൂടാതെ അതിൽ പറയുകയുണ്ടായി, ഇനി അഥവാ ഇത്തരം അവസ്ഥയിൽ പോലീസ് ന്യായയുക്തവും സത്യസന്ധവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം നടത്തിയാൽ പോലും ജനങ്ങളുടെ കണ്ണിൽ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കും. വേണ്ടത്ര നല്ല രീതിയിൽ ആണോ ഈ അന്വേഷണം നടത്തിയത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസ് CBIക്ക് വിടാവുന്നതാണോ എന്ന് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് വെസ്റ്റ് ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. അവിടെയാണ് ഈ ഒരു ഭരണഘടന പ്രശ്നം ഉടലെടുത്തത്. അതായത് CBI എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് എവിടെ എന്തെങ്കിലും കുറ്റകൃത്യം നടന്നാലും അവിടെയൊക്കെ പോയി കേസന്വേഷണം നടത്താൻ അതിന് സാധ്യമല്ല. അതിന്റെ ആക്ടിൽ പറയുന്നത് അതിന് അന്വേഷണം നടത്താം, പക്ഷേ അതാത് സംസ്ഥാന സർക്കാരുകളുടെ ഈ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം അന്വേഷണം നടത്താൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അതിനുള്ള നിർദ്ദേശം നൽകണം. ആ വിഷയമാണ് ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിൽ എത്തിയത്. അപ്പോൾ ഭരണഘടനാ ബെഞ്ചും ഹൈക്കോടതി വിധിയെ അനുകൂലിക്കുകയും അംഗീകരിക്കുകയും ആണ് ചെയ്തത്. അതായത് ഏതെങ്കിലും കേസിലെ പ്രതികൾ ഭരണകക്ഷിയുടെ അംഗങ്ങൾ ആണെങ്കിൽ സ്വാഭാവികമായും അവിടെ വേണ്ടത്ര നല്ല രീതിയിൽ കേസന്വേഷണം നടക്കില്ല. അത്തരം അവസ്ഥയിൽ കേസന്വേഷണം CBIക്ക് വിടാവുന്നതാണ്. നമുക്കറിയാം, ഈ ഒരു അന്വേഷണം നടക്കുമ്പോൾ അത് കൃത്യമായ അന്വേഷണം നടക്കണം എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരികയും ചെയ്യണം. അത് വളരെ വലിയ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു അവസ്ഥയിൽ നല്ല രീതിയിൽ അന്വേഷണം നടത്തിയാലും ജനങ്ങളിലുള്ള സംശയം നിലനിൽക്കും. അതുകൊണ്ടും നമുക്ക് ഈ കേസ് അന്വേഷണത്തെ CBIക്ക് വിടാവുന്നതാണ് എന്നാണ് സുപ്രീം കോടതിയും വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മുടെ നവീൻ ബാബു കേസിൽ വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റാണ് ആ ഭരണഘടനാ വിധി. കാരണം ഇവിടെ PPDBക്ക് ഉയർന്ന രാഷ്ട്രീയ ബന്ധം ഉണ്ട്. അതുകൊണ്ട് തന്നെ SIT ഇനി അഥവാ നല്ല രീതിയിൽ ആണ് അന്വേഷണം നടത്തുന്നത് എങ്കിൽ പോലും ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കുന്നതിനായി ഈ കേസന്വേഷണം CBIക്ക് നിർബന്ധമായും വിടേണ്ടതാണ്. അപ്പോൾ ഈ കേസിൽ ഒരു CBI അന്വേഷണം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു പോയിന്റാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്തത്. ആ വിഷയം കൂടി മഞ്ജുഷ തന്റെ സുപ്രീം കോടതിയിലെ വാദത്തിനിടയിൽ പരാമർശിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ കേസിൽ ഒരു CBI അന്വേഷണം വരട്ടെ. അടുത്ത ഒരു പോയിന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.